കടുത്ത ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലും ഇറാനും തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണോ? അവരെ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് മാറ്റുന്നുണ്ടോ? ടെല്ലവീവിലൊക്കെ സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇപ്പോൾ സ്ഥിതി എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി പരിശോധിക്കാം. സൂരജ് രാജ് ഇസ്രായേലിലെ മലയാളി ഗവേഷക വിദ്യാർത്ഥിയാണ്. സൂരജ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സൂരജ്, ഇപ്പോൾ നിലവിൽ എന്താണ് ഹൈഫയിലെ സ്ഥിതി? സൂരജ് സർ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഇന്ന് രാവിലെ ഹൈഫയിൽ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു, ഒരു 7:30 സമയത്ത്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഇവിടെ ഹൈഫ സിറ്റി ഏരിയയിൽ അലേർട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു. ഒരു 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 ഇന്റർസെപ്ഷൻ എന്തോ താഴെ നടന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൗൺ ടൗൺ ഏരിയയിലാണ്, ഹൈഫ ഡൗൺ ടൗൺ ഏരിയയിൽ ഒരു ചെറിയൊരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. ആൾക്കാർ മരിച്ചിട്ടുള്ളതായിട്ട് അറിയില്ല, പക്ഷെ ചെറുതായിട്ട് പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂരജ്, ഈ അവിടെ നടക്കുന്ന അകത്തുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടെല്ലവീവിലെ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മീഡിയയിലൂടെ അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ ഇൻപുട്സ് കിട്ടുന്നുണ്ടോ? അതറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നത് കൊണ്ടും ഒരുപാട് വെരിഫൈഡ് അല്ലാത്ത സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നത് കൊണ്ടും ഏതാണ് കറക്റ്റ് ഇൻഫർമേഷൻ എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സോഴ്സുകളൊക്കെ ആയിരിക്കും നോക്കുന്നത്. മീഡിയ ഔട്ട്ലെറ്റ്സും പിന്നെ ഗവൺമെന്റ് IDF അല്ലെങ്കിൽ അവർ ട്വീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും ഞാൻ കൂടുതൽ റെഫർ ചെയ്യാറ്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള മീഡിയാസ്, ഇസ്രായേലി ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇസ്രായേലി ജേർണലിസ്റ്റുകളും ഉണ്ട്, അല്ല മീഡിയ ഹൗസസും ഉണ്ട്. ഇപ്പൊ ടൈംസ് ഓഫ് ഇസ്രായേൽ ഉണ്ട്, ജെറുസലേം പോസ്റ്റ് ഉണ്ട്. ഇവരെയൊക്കെയാണ് ഞാൻ കൂടുതലും റെഫർ ചെയ്യാറ്. കാരണം അത് ഒരിക്കൽ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അവരിപ്പോ റിലീസ് ചെയ്യാറുള്ളൂ. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ കെയർഫുൾ ആണ് മീഡിയ ഇത് ചെയ്യുന്നതിന്. പിന്നെ ഇന്റർനാഷണൽ മീഡിയ ഒപ്പം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫോക്സ് ന്യൂസ് ആണെങ്കിലും അവരെയൊക്കെ ഞാൻ അവരെയൊക്കെ നോക്കിയിട്ടാണ് ഏകദേശം മനസ്സിലാക്കാറുള്ളത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ സൂരജ് ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ, നമ്മുടെ നാട്ടുകാർ, നിങ്ങൾ അവിടെ സുരക്ഷിതരല്ലേ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കൺസേൺ ആണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പോൾ? ഇപ്പം ഓരോരുത്തരെയും ഇപ്പം ഇത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കേസസിൽ ഡിഫർ ചെയ്തിരിക്കും. ഇപ്പം ഇപ്പം ഇപ്പൊ ഈ മിസൈൽ വരുന്നതിനെ പറ്റി സ്ട്രെസ്ഡ് ആകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഇത് വലിയൊരു പ്രശ്നമല്ല, ഇത് പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കറക്റ്റ് ആയിട്ട് അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇത് മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസും ഇസ്രായേലിലുണ്ട്. സോ ഇത് ഏത് സ്റ്റുഡന്റിനെ ആശ്രയിച്ചിരിക്കും. പുതുതായിട്ട് വന്ന സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഈ സമയം ഉണ്ടാകുന്നത്. ഞാനിത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടെ എനിക്കതിന്റെ ഒരു കാര്യം മനസ്സിലാവും. ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചപ്പം അവർക്കത് കുഴപ്പമില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ എംബസി ഇവിടുന്ന് പതുക്കെ ഇവാക്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നൊരു ആദ്യത്തെ ബാച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ കുറച്ചുപേരോട് സംസാരിച്ചപ്പോൾ കുറച്ചുപേര് രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അവർ സ്റ്റേ ബാക്ക് ചെയ്യുവാണ്. അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് കഴിയും, അല്ലെങ്കിൽ അവർക്ക് അതിന് വലിയ ഭയമില്ല എന്ന രീതിയിലാണ്. അത് മിസൈൽ അലേർട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോംബ് ഷെൽട്ടറിൽ കയറുക, ആ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നതുകൊണ്ട് പലരും വരാൻ പോലും താല്പര്യമില്ലാത്തവരെ ഞാൻ കണ്ടായിരുന്നു. വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തവരും ഉണ്ട്. സോ ഇത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാറി മാറി നിൽക്കുമെന്നാണ്, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലി ഇതായിട്ടിരിക്കുന്നത്. ശരി സൂരജ്, ഏതായാലും നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക.